മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മലയാളത്തിൻ്റെ പുതിയ ഒരു പാഠവുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അടിസ്ഥാന പാഠാവലിയിൽ പുതുവർഷം എന്ന് പറയുന്ന ഒരു കവിതയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? വിജയലക്ഷ്മി ടീച്ചർ എഴുതിയിരിക്കുന്ന വളരെ രസമുള്ളൊരു കവിതയാണ് അല്ലേ? അപ്പോൾ വിജയലക്ഷ്മി ടീച്ചർ ആരാണ് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. നമ്മൾ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും എഴുത്തുകാരനെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒന്നോ അരമാർക്കോ ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പേര് സൂചിപ്പിക്കാത്തതുകൊണ്ട് മാത്രം നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ആരാണ് വിജയലക്ഷ്മി എന്ന് പറയുന്നത്? മലയാളത്തിൽ വളരെ പ്രസക്തയായിട്ടുള്ള ഒരു സ്ത്രീപക്ഷം എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, പല ജോണറുകളിലുള്ള കവിതകൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ആര്? വിജയലക്ഷ്മി കേട്ടോ. 1977 അവരുടെ ഒരു കവിത കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആ കവിതയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മലയാള സാഹിത്യത്തിലേക്ക് ആര് കടന്നു വരുന്നത്? വിജയലക്ഷ്മി കടന്നു വരുന്നത്. ഊഴം എന്ന് പറയുന്ന ഒരു കവിതയാണ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട, വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള വിജയലക്ഷ്മിയുടെ ഒരു കവിതയാണ് ഊഴം എന്ന് പറയുന്ന കവിത കേട്ടോ. ഇങ്ങനെ മലയാള സാഹിത്യത്തിൽ സമകാലീനമായിട്ടുള്ള കാലഘട്ടത്തിൽ കവിതയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് അല്ലെ, വേറിട്ടൊരു ശബ്ദം, വേറിട്ടൊരു ഇടമൊക്കെ അല്ലേ, എന്താ പറയുക, എഴുത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളൊരു എഴുത്തുകാരിയാണ് വിജയലക്ഷ്മി എന്ന് പറയുന്നത്. മിത്തുകളെക്കുറിച്ച്, പുരാണങ്ങളെക്കുറിച്ച്, ആധുനിക ജീവിതത്തെക്കുറിച്ച് അല്ലേ, ഓണം എന്ന് പറയുന്നത് പലപ്പോഴും കവിയത്രിയുടെ കവിതകളിൽ നിരന്തരം കടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സാഹിത്യ രചനയാണ് അല്ലെങ്കിൽ എഴുത്ത് രീതിയാണ് വിജയലക്ഷ്മി ടീച്ചറുടേത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കവിതയിൽ കവയിത്രി എന്താ പറയുന്നത്, പല കാലഘട്ടത്തെ, ബാല്യകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, യൗവനകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മാറുന്ന ഓണസങ്കല്പത്തെക്കുറിച്ച്, കേരളീയ ജനതയെക്കുറിച്ച്, നമ്മളുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ കവിതയിൽ ആര് ചർച്ച ചെയ്യുന്നുണ്ട്? വിജയലക്ഷ്മി ടീച്ചർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ബാല്യകാലത്തെക്കുറിച്ചാണ് കേട്ടോ. അമ്മ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലാതിരുന്ന ബാല്യകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെയല്ലേ, അമ്മമാർ പറയുന്ന കോക്കാച്ചിയെയോ ഭൂതത്തെയോ വന്നിട്ടില്ലെങ്കിൽ എന്താണ്, ചോറ് തിന്നിട്ടില്ലെങ്കിൽ പിടിച്ചോണ്ട് പോകുമെന്ന് പറയുന്ന കോക്കാച്ചിയൊക്കെ നമ്മൾ പേടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ അങ്ങനെ പേടിക്കുന്നത്? അമ്മ പറയുന്നൊക്കെ ശരിയായിരുന്നു ആ കാലഘട്ടത്തിൽ അല്ലേ, അമ്മയുടെ സാരിത്തുമ്പിലായിരുന്നു നമ്മളുടെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ബാല്യകാലത്തിന് വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. വഴക്കെന്ന് പറഞ്ഞു വഴക്കൊന്നുമില്ലാതെ എല്ലാവരോടും എങ്ങനെയാണ് പുഞ്ചിരിച്ച് സ്നേഹത്തോടു കൂടെ നടന്നിരുന്ന കാലമാണ് അല്ലേ. പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ കൗമാരകാലത്തിലേക്ക് വരികയാണ് അല്ലേ. കൗമാരകാലത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, എല്ലാവരോടും ദേഷ്യമാണ് അല്ലേ. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, കൗമാരകാലം എന്ന് പറയുന്നത് വൈദ്യുതി പോലെ അല്ലേ ആപത്തായി മാറുന്ന കാലം എന്നാണ് പറയുന്നത് അല്ലേ. വൈദ്യുത വീചി പോലെ ആപത്തായി മാറും കാലം എന്നാണ് പറയുന്നത്. വൈദ്യുതിയുടെ പ്രത്യേകത എന്താ? കരണ്ട് അല്ലേ വൈദ്യുതി എന്ന് പറയുന്നത്. എന്താ കരണ്ടിൻ്റെ പ്രത്യേകത? നമ്മൾ ആരെങ്കിലും പ്ലഗിൽ കൊണ്ടുപോയി കൈയിട്ട് ഇങ്ങനെ നിൽക്കുമോ സുഖമായിട്ട്? ഇല്ല, ഷോക്കടിച്ച് നമ്മൾ ചത്തുപോകും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് എന്ത്, കരണ്ടിൻ്റെ വേഗത പോലെ, അതിൻ്റെ അപകടം പോലെ തന്നെയാണ് എന്തും കൗമാരകാലം. സൂക്ഷിച്ച് നിങ്ങളെയൊക്കെ കാലഘട്ടമാണ് കേട്ടോ. ഈ കാലഘട്ടം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വഴിയെങ്ങാനും തെറ്റിപ്പിരിഞ്ഞു പോയാൽ തീർന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിക്കേണ്ട കാലമാണടാ ഏത്, കൗമാരകാലം എന്ന് പറയാണ് അല്ലേ. പിന്നെ ജീവിതാനന്ദങ്ങൾ എത്ര കിട്ടിയാലും പോരെന്ന് പറയുന്ന കാലമാണ് യൗവനകാലം അല്ലെ. എത്ര ആനന്ദം കിട്ടിയാലും അതൊന്നും പോരാ, മജ്ജയും മാംസവും പോരാ എന്ന് പറഞ്ഞ് വീണ്ടും മാർത്തലിക്കുന്ന കാലമാണ് ഇത് യൗവനകാലം എന്ന് പറയുന്നു. പിന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കവിതയിൽ പറയുന്നുണ്ട് അല്ലേ. മണ്ണും ജീവിതവും നമ്മുടെ സാംസ്കാരികവും മൂല്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടവരാണ് ആര്? കേരളത്തിലെ ജനങ്ങൾ അല്ലേ. ഈ കൂടുപോലെ എന്താണ്, നമ്മൾ ഫ്ലാറ്റുകളിലേക്കുള്ളിലേക്ക് നമ്മൾ ജീവിതം അല്ലെ ഒതുക്കപ്പെട്ടു. മണ്ണില്ല, ഒരു പൂവില്ല, ഒരു തുമ്പപ്പൂവില്ല, പൂക്കളിടുന്നില്ല, ഓണവും മറന്നു, കാലവും മറന്നു അല്ലേ. അങ്ങനെ പറയുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് ആര് മാറിപ്പോയി? കേരളത്തിലെ ജനങ്ങൾ മാറിപ്പോയി എന്ന് വേദനയോടെ എഴുത്തുകാരി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കേരളത്തിലെ ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട് അല്ലേ. ഫ്ലാറ്റിലെ ജീവിതം എന്താണ്, മനുഷ്യനെ പ്രകൃതിയിൽ നിന്ന് അകറ്റിയാണ്. മഴയില്ല അല്ലെ, ആകെ ബാൽക്കണി തുഞ്ചത്ത് വന്ന് കർക്കിടക്കാറ്റും മഴയൊക്കെ എന്ത് ചെയ്യുന്നു, പിണങ്ങിപ്പോവാണ് അല്ലെ, കൊടിച്ചുരുക്കി തോറ്റു പിന്മാറുകയാണ് അല്ലെ. ആകാശത്തെ നമുക്ക് കാണാൻ പറ്റില്ല, ഒരു പകുതി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പ്രകൃതിയുമായിട്ടുള്ള. ചില ഫ്ലാറ്റുകളിലാണെങ്കിൽ ഈ പറയുന്ന ബാൽക്കണി പോലും ഇല്ല, ജനലുകളൊന്നും തുറക്കില്ല അല്ലെ, ആളുകളോട് ബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റുകൾക്കുള്ളിലുള്ള ജീവിതം അല്ലെ മനുഷ്യന്റെ പ്രകൃതിയിൽ നിന്നും അകറ്റുകയാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം കവിത ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ താഴത്തെ ഇത്തിരി മണ്ണിലെ തുമ്പയെ കാണുമ്പോൾ അല്ലെ, തുമ്പപ്പൂവിനെ കാണുമ്പോൾ ആരുടെ ഓർമ്മകളാണ്? അമ്മയെക്കുറിച്ചുള്ള അല്ലെ, പവിത്രവും
നൈർമല്യവുമായിട്ടുള്ള അമ്മയുടെ അല്ലേ അത്രയും മനോഹരമായിട്ടുള്ള ഓർമ്മകൾ എന്ത് ചെയ്യാണ് എഴുത്തുകാരിയുടെ മനസ്സിലേക്ക് വരികയാണ് അല്ലേ. ഇങ്ങനെ സ്നേഹസാന്ത്വനവും കരുത്തും ഒക്കെ കവിതയിൽ പ്രത്യാശയായി വരുന്നത് കാണുന്നു. എല്ലാത്തിനും ഇതയായിട്ട് അമ്മയുടെ സ്നേഹം വരുന്നത് നമ്മൾ കാണുന്നു അല്ലേ. ആ സ്നേഹജ്വാല ജീവിതത്തിലെ എല്ലാതരം കൂരിരുട്ടിനെയും എന്ത് ചെയ്യാണ് അകറ്റുകയാണ് എന്ന് കവയിത്രി തിരിച്ചറിയാണ്. ഇങ്ങനെ പല കാലഘട്ടങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നു കവിത സഞ്ചരിക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ മാറുന്ന ജീവിതത്തെക്കുറിച്ച് പറയുന്നു, ഓണസങ്കല്പത്തെക്കുറിച്ച് പറയുന്നു, അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ പ്രത്യാശയുടെ അല്ലേ വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ് ഏത് കവിത പുതുവർഷം എന്ന് പറയുന്ന കവിത കേട്ടോ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം അല്ലേ. ലൈവുകളും മാരത്തോണുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അടിപൊളിയായി ഉഷാറായിട്ട് പഠിക്കണം. അപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ബാക്കിയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇനിയുള്ള വീഡിയോകളിലും ലൈവുകളിലൊക്കെ ആയിട്ട് നമുക്ക് സൂപ്പറായിട്ട് പഠിക്കണം. അപ്പോൾ ഇനി ഏത് പാഠമൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ മക്കൾ കമൻറ്റ് ചെയ്യണം. ക്ലാസ്സിൻ്റെ അഭിപ്രായമൊക്കെ പറയണം. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ ക്ലാസ്സിൽ എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം. ബൈ.